നിയമപരമായ ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റിയെങ്കിലും മനസ്സിന്റെ അടുപ്പങ്ങൾ പെട്ടെന്നങ്ങനെ മാഞ്ഞു പോകില്ലല്ലോ. ശരിയാ. ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം. പോണ്ടാന്ന് കരുതിയതാ. എന്തായാലും മീരമോളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയാ പോകുന്നത്. എന്ന് ഹരിയേട്ടൻ പോയിട്ട് വാ. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള നല്ലൊരു ഭാര്യ തന്നെയാണ് മീര. പിന്നെന്തിനാ ആദർശ് പിരിയുന്നത്? അവിടെ എന്താ മോളെ, എന്താ സംഭവിച്ചത്? ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോ എല്ലാരും കൂടി ആദർശനെ കാറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാ കണ്ടത്. പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചു. ഇപ്പോ സർജറി നടക്കുക. പേപ്പേഴ്സ് എല്ലാം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇത് ആദർശന്റെ സ്കാനിങ് റിപ്പോർട്ടും ഇതുവരെ കൊടുത്ത മെഡിസിൻസിന്റെ ബില്ലുകളും ഉണ്ട്. ബാക്കി PROയോട് സംസാരിച്ചാൽ മതി. ആദർശിന്റെ അവസ്ഥ ഇപ്പൊ എന്താ മോളെ? സർജറി കഴിഞ്ഞ് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഭഗവാനെ, എന്റെ മോനൊന്നും വരുത്തരുത്. ആക്സിഡന്റ് നടന്ന സ്ഥലത്തുനിന്ന് ആദർശേട്ടനെ കൊണ്ടുവരാനും ഇവിടെ എല്ലാം ചെയ്യാനും ആരും ഇല്ലായിരുന്നു. അതാ ഞാൻ വന്നത്. ഇപ്പോ അമ്മയും ആന്റിയും വന്നല്ലോ. ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്താ മോളെ ഇതൊക്കെ? കുറച്ചു ദിവസം മുമ്പ് വരെ ആദർശ് മീരയുടെ ഭർത്താവായിരുന്നു. കോടതിയിൽ നിന്ന് ബന്ധങ്ങൾ അവസാനിച്ചെന്നൊരു പേപ്പർ കിട്ടിയ അതെല്ലാം കഴിയോ? റോഡിൽ ആരും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ വീണ് കിടന്നപ്പോ ഈശ്വരൻ നിന്നെ തന്നെ അവിടെ എത്തിച്ചത് കണ്ടില്ലേ? എന്നിട്ട് അപരിചിതനായ ആരെയോ ഒന്ന് സഹായിച്ചതുപോലെ എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നീ പോവുകയാണോ? ഞാൻ എന്തിന്റെ പേരിലാ അമ്മേനി ഇവിടെ നിൽക്കുന്നത്? കണ്ണു തുറക്കുമ്പോ ആദർശൻ എന്നെ കണ്ട നീ എന്തിനിവിടെ നിന്നെന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ കോടതിയിൽ നിന്നൊരു പേപ്പർ കിട്ടിയ ബന്ധങ്ങളെല്ലാം തീരുമെന്ന്? അങ്ങനെ എല്ലാം തീർന്നൊന്നൊരു രേഖ കിട്ടാനല്ലേ കോടതിയിൽ പോകുന്നത് തന്നെ. നിയമത്തിന്റെ മുന്നിൽ ഞാനിപ്പോ ആദർശേണ്ട ആരുമല്ല അമ്മ. പഴയ പരിചയത്തിലൊരു മനുഷ്യൻ. ധാർമ്മികമായി ചെയ്യേണ്ട സഹായമോ കടമയോ ഞാൻ ചെയ്തതാവാം. അത്രേ ഉള്ളൂ ഇതൊക്കെ. ഇനിയും ഞാൻ
ഒരു ബന്ധത്തിന്റെ അവകാശത്തിൽ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോയിക്കോട്ടെ, അമ്മ എന്നെ തടയരുത്. അങ്ങനെയൊന്നും അല്ല മോളെ. മാധവി, മീര മോളെ തടയരുത്. മീര പറയുന്നതാ ശരി. ഇത്രയൊക്കെ ചെയ്തിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ മീര പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോഴും എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് മീരയോട് തന്നെയാ. അതെനിക്കറിയാം ചേച്ചി. നമ്മുടെ തെറ്റുകൾ കൊണ്ടാണെങ്കിലും മീര അകന്നു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ തടയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇനി അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഈ ചെറുപ്രായത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ മീര ചെയ്തു കഴിഞ്ഞു. അനുഭവിക്കാവുന്നതിൽ കൂടുതൽ ദുരിതങ്ങളും അനുഭവിച്ചു. ഇനി നമ്മുടെ സങ്കടങ്ങൾ കാണാൻ മീര ഇവിടെ നിൽക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. മീര ഇപ്പൊ സ്വതന്ത്രയാണ്. ഇവിടെ നിന്നൊന്നും ചെയ്യേണ്ട ഉത്തരവാദിത്വം മീരയ്ക്കില്ല. ചേച്ചി പറയുന്നത് ശരിയാ. മീരയെ ഇനി ഞാൻ തടയുന്നത് ശരിയല്ല. മോളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ശരിയും തെറ്റും അളന്ന് തീരുമാനിച്ചതല്ല ഞാൻ. അർഹതയില്ലാത്തടത്ത് ഒന്നിന്റെ പേരിൽ നിൽക്കാൻ പാടില്ല. അമ്മ ആന്റി എന്നെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് മോളെ മനസ്സിലാവും. മോളാണ് ശരി. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. ഞാൻ ചെല്ലട്ടെ. ഹരി അകത്തേക്ക് പോയില്ലേ? ഇല്ല, അകത്തേക്ക് ചെന്നാലും ആദർശനെ കാണാനൊന്നും പറ്റില്ല. ഹെഡ് ഇഞ്ചുറി ഉണ്ട്. സർജറി കഴിഞ്ഞാൽ ഐസിയുലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് വിസിറ്റേഴ്സിനെ അനുവദിക്കും. ആദർശനെ കാണാനൊന്നും ഇപ്പം സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു വിവരം അറിയുമ്പോൾ വരാതിരിക്കുന്ന എങ്ങനാ? നമ്മുടെ ഉള്ളിൽ കുറച്ച് മനസാക്ഷി അനുകമ്പയൊക്കെ ഉണ്ടായിപ്പോയില്ലേ? അല്ല, മീര അവിടെ ഒറ്റയ്ക്കാണോ? അല്ല, മാധവി മാഡമൊക്കെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്കൊരു മടിയുണ്ട്. അതുകൂടിക്കൊണ്ടാണ് ഞാൻ അകത്തേക്ക് പോകാതിരുന്നത്. സത്യത്തില് അവരാണ് നമ്മുടെ മുന്നിൽ വരാൻ മടിക്കേണ്ടത്. ഹരി എന്തിനാ മടിക്കുന്നത്? നമ്മളാരും അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിയാണ്, എങ്കിലും നമ്മുടെ മീരയോട് അവരാ തെറ്റ് ചെയ്ത്. അവളുടെ ജീവിതം വെച്ചാ അവർ കളിച്ചത്. എന്നിട്ട് ആദർശിന് ഒരു അപകടം വന്നപ്പോ അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ മീര തന്നെ വേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഭഗവാന്റെ കളിയാ ഹരി. തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് കരുതി ആരെയും ചതിക്കരുത്. ആരുടെയും ജീവിതം വെച്ച് പന്താടരുത്. എല്ലാത്തിനും സാക്ഷിയായിട്ട് ഈശ്വരനുണ്ട്. നമ്മൾ ചെയ്യുന്നതിനെല്ലാം അവിടെ കണക്ക് പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞതൊക്കെ ഓർത്താൽ സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരും. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവരോട് നമുക്ക് ചോദിക്കാനും പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്താ കാര്യം? ആദർശ വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോഴേ മീര മനസ്സുകൊണ്ട് അതിന് തയ്യാറായി കഴിഞ്ഞിരുന്നു. അതാണ് ഇതെല്ലാം പെട്ടെന്ന് നടന്നത്. അതെ, ഹരി പറഞ്ഞതുപോലെ നമ്മൾ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മാധവി മാഡമൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ മീരമോൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? എല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് മീര ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എത്തിയ സമയത്ത് മോളെ വിളിച്ചിരുന്നു. അങ്ങനെയാണേ കുഴപ്പമില്ല. തൽക്കാലം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി വലിഞ്ഞേറി നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആ മോളെ, അമ്മാവനും വന്നിരുന്നു. ആരും വരണ്ട, വന്നാലും കാണാൻ പറ്റില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ. ഹരി പറഞ്ഞു. എന്നാലും വരാതിരിക്കാൻ തോന്നിയില്ല മോളെ. ആദർശൻ എങ്ങനെയുണ്ട്? സർജറി കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഭഗവാൻ ആദർശനൊന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്കിനി കഴിയൂ.
മാധവി മാഡം എന്ത് പറഞ്ഞു മോളെ? എന്നോട് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഇനി നമ്മൾ എന്തിൻ്റെ പേരിലാണ് നിൽക്കുക? ഞാനിപ്പോൾ ആദർശേണ്ട ആരുമല്ലല്ലോ, അതുകൊണ്ട് പോവാണെന്ന് പറഞ്ഞു. അത് നന്നായി മോളെ. ഇനി സമയങ്ങളുണ്ട, നിങ്ങൾ വീട്ടിലേക്ക് നോക്കൂ. ഒരുപാട് അലഞ്ഞില്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. പോവാ മോളെ. ആ എന്നാ ശരി മനോജ്. ആ ഞാനും ഇറങ്ങുക. അപ്പം ശരി എന്നാ. വാ. അമ്മേ, ആദർശ് എവിടെയാ അമ്മേ? അവൻ എന്താ പറ്റിയത്? സർജറി കഴിഞ്ഞു, ഐസിയുവിലേക്ക് മാറ്റി. എനിക്ക് അവൻ ഇപ്പൊ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല അബി, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ. വിസിറ്റേഴ്സ് കയറുന്നത് റിസ്ക് ആണ്. മാറ്റുന്ന സമയത്ത് ഞങ്ങളെ തന്നെ ദൂരെ നിന്നൊന്ന് കാണാനേ സമ്മതിച്ചുള്ളൂ. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഫ്രണ്ടിന്റെ വീട് വരെ പോയി. അപ്പൊ മീരയുടെ കോൾ ഇടയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ ദേഷ്യത്തിലെ ഫോൺ കാറിൽ തന്നെ ഇട്ടിട്ട് പോയി. അത് അമ്മ ആന്റിയും വിളിച്ചിട്ടും കാണാതിരുന്നത്. നന്നായി. അല്ല, ഇനിയിപ്പോ നീ കോള് കണ്ടിട്ട് എന്താ പ്രയോജനം? അമ്മ അത് വേണ്ട, നീ ഒന്നും പറയണ്ട. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അബി, മാധവി സങ്കടം കൊണ്ട് പറയുന്നതാ. ഇപ്പൊ ഇവിടെ ഇതൊന്നും പറഞ്ഞ് തർക്കിക്കാനുള്ള സമയവും സ്ഥലവും അല്ല. ആദർശിനെ ഒരു കുഴപ്പവും വരാതെ തിരിച്ചു തരാൻ ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കേ. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. മോളെ, ദാ ഈ വെള്ളം കുടിക്ക. നീ മര്യാദയ്ക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല. വെള്ളം കൂടി കുടിക്കാതിരുന്ന തല കറങ്ങി വീഴും. ദാ കുടിക്ക. മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ചെറിയ ജീവിതത്തില് മീര എന്തൊക്കെ സഹിച്ചു ബീന. ഓരോ ദിവസവും പുതിയ പുതിയ പരീക്ഷണങ്ങളല്ലേ ഭഗവാൻ കൊടുക്കുന്നത്. ആദർശേട്ടൻ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളാ. പിന്നെ എങ്ങനെ ആക്സിഡന്റ് ആയെന്ന് മനസ്സിലാവുന്നില്ല. ആക്സിഡന്റ് ഉണ്ടാവാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. മറ്റു വണ്ടിക്ക് ഇങ്ങോട്ടും വന്ന് ഇടിക്കാം. ആക്സിഡന്റ് അങ്ങനെ സംഭവിച്ചതായിക്കൂടെ? എങ്ങനെ സംഭവിച്ചതായാലും കൃത്യസമയത്ത് മീര അവിടെ എത്തിയതാണ് അത്ഭുതം. അതൊക്കെ ഈശ്വര നിശ്ചയോ. മീരയെ വേണ്ടാന്ന് പറഞ്ഞ ആളെ ആശുപത്രിയിൽ എത്തിക്കാനും ജീവൻ രക്ഷിക്കാനും മീരമോള് തന്നെ വേണ്ടി വന്നു. ഞാൻ അവിടെ ആ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ മനുഷ്യത്വമുള്ള മറ്റാരെങ്കിലും ആദർശേട്ടനെ ഹോസ്പിറ്റലിലാക്കിയെന്നെ. അതെ, എന്തായാലും അത് സംഭവിച്ചു. ഇനി അതോർത്ത് മോള് വിഷമിച്ചിരിക്കണ്ട. ഇല്ല അച്ഛാ, ഞാൻ ഓക്കെയാ. ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ വന്നപ്പോ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട്. അത് മതി. അത്രയൊക്കെ ചെയ്തത് തന്നെ വലിയ കാര്യ. മോള് പോയി കുറച്ച് സമയം കിടക്ക്. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മനസ്സൊക്കെ അങ്ങ് ശരിയാവും. എനിക്കങ്ങനെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബ്ലഡും സ്മെല്ലും ഒക്കെ ആയിട്ട് ഒരു ക്ഷീണമുണ്ട്. അത് മാറാനും ഉറങ്ങുന്നത് നല്ലതാ മീര. ക്ഷീണമൊക്കെ മാറി രാവിലെ എഴുന്നേക്കുമ്പോൾ ആദർശേട്ടൻ എല്ലാം ഓക്കെ ആയെന്ന് കേൾക്കും. അതോടെ മീര പെർഫെക്റ്റ് ഓക്കെ ആവും, അല്ലേ? അതെ. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. മോക്ക് നല്ല സങ്കടമുണ്ട് ബീന.
അതൊക്കെ ഹരിയേട്ടന് വെറുതെ തോന്നുന്നതാ. മീര വളരെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഹരിയച്ച. സാധാരണ പെൺകുട്ടികൾ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കരഞ്ഞു വിളിച്ച് ആകെ സീനാക്കിയേനെ. മീര ആയതുകൊണ്ട് മാത്രമാണ് എല്ലാം ഇത്ര പക്വതയോടെ ഡീൽ ചെയ്യുന്നത്. ഹലോ, സൂരജ് പറഞ്ഞത് ശരിയാ ഹരിയേട്ടാ. ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച് സർജറിക്ക് സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല ധൈര്യം തന്നെ വേണം. കുറച്ച് ദിവസം മുമ്പ് കോടതി ഡിവോഴ്സ് അനുവദിക്കും വരെ ആദർശ് മീരയുടെ ഭർത്താവായിരുന്നു. അങ്ങനെ ഒരാളെ ആക്സിഡന്റായി കാണുകയും അയാളെ സർജറിക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്ത മനസ്സ് കല്ലുപോലെ ഒന്ന് തോന്നാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ മീര സങ്കടം പുറത്തു കാണിക്കാത്തയാവും അല്ലേ ഹരിയേട്ടാ? എല്ലാം ഉള്ളിലൊതുക്കാൻ മീരമോള് കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങിയതാ. അത് പ്രാക്ടീസ് ചെയ്യാൻ ഈശ്വരൻ ഓരോ പ്രാവശ്യവും ഡോസ് കൂടിയ സംഭവങ്ങളാ ഓരോ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നത്. എങ്ങനെയായാലും എല്ലാം സഹിക്കാനുള്ള ശക്തി ഇപ്പം മീരയ്ക്കുണ്ട്. മീരയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോന്നേനെ. പക്ഷേ മീര അങ്ങനെ ചെയ്തില്ലല്ലോ. അവളുടെ നല്ല മനസ്സിന് ഈശ്വരൻ ഇനിയും ദുഃഖങ്ങൾ കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. അതെന്താ മീന അങ്ങനെ പറഞ്ഞത്? നല്ല മനസ്സിന് ഈശ്വരൻ നന്മയല്ലേ വരുത്തും? അതെ, പക്ഷേ മീരയ്ക്ക് ഒന്നിനു പുറകെ ഒന്നായി വിഷമങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം ഇനി എന്നാണാവോ? അറിയില്ല. ഈ സങ്കടങ്ങളൊക്കെ തീരുമ്പോ മീരമൊക്കെ സന്തോഷമുള്ള നാളുകൾ ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടാവും. ഭഗവാനെ, ആദർശനെ രക്ഷിക്കണേ. ആദർശന്റെ ഈ അവസ്ഥ എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സർജറി കഴിഞ്ഞ് ആദർശേട്ടന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. കൃഷ്ണ, കാത്തുരക്ഷിക്കണേ. മീര, മീരയെ ഞാൻ കണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിളിക്കാതിരുന്നതാ. ഞാൻ ആകെ ടെൻഷനില്ല. ആദർശേട്ടന് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ആദർശേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ വന്നത്. ആക്സിഡന്റിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. താൻ വിഷമിക്കാതെ, എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. ഈശ്വരൻ എന്തിനാ എന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ആദർശേട്ടൻ ആക്സിഡന്റ് ആയ സമയത്ത് എന്നെ അവിടെ എത്തിച്ചു. ആദർശേട്ടന്റെ സർജറിക്ക് കൺസെന്റ് ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തത് ഞാനാ. ഈശ്വരന്റെ നിശ്ചയം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ മീര. അതെന്തായാലും കാലം തെളിയിക്കുകയുള്ളൂ. ആയിരിക്കാം, പക്ഷെ ഞാൻ ആദർശേട്ടനിൽ നിന്നും വേർപെട്ട് മറ്റൊരു ജീവിതത്തിലല്ലേ. പിന്നെയും എന്നെ ഇങ്ങനെ ആ ജീവിതത്തിലേക്ക് അടുപ്പിച്ച ഞാൻ എന്ത് ചെയ്യും? മീരയല്ലല്ലോ ഡിവോഴ്സ് ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി നടന്നതും. എല്ലാം ആദർശ് ചെയ്തതാണ്. പക്ഷേ നിങ്ങൾക്ക് വിധി തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് മേലെയാണ് ഈശ്വരന്റെ തീരുമാനങ്ങൾ. പക്ഷെ മുതേട്ടാ, ഞങ്ങള് നിയമപരമായിട്ട് വേർപെട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ എന്ത് മാറ്റം ഉണ്ടാവാനാ? അത് നമുക്കറിയില്ലല്ലോ, ഭഗവാനല്ലേ അറിയൂ. മുതേട്ടൻ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. ആദർശേട്ടന്റെ ജീവൻ രക്ഷിക്കാനാ ഞാനിപ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചതും. എനിക്ക് ആദർശേട്ടനോട് ഒരു ദേഷ്യമില്ല. ഓരോരോ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് ഓരോരോ തോന്നലുകൾ ഉണ്ടാവും. അതിനനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. ആദർശിന് മീരയെ ഡിവോഴ്സ് ചെയ്താൽ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാവുമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതാണ് അങ്ങനെ ചെയ്തത്. ഇതിൽ ശരിയും തെറ്റുമെന്നും നമുക്ക് വേർതിരിക്കാനാവില്ല. എനിക്കതറിയാം. അതുകൊണ്ടാ ആദർശനോട് എനിക്ക് ദേഷ്യം തോന്നാത്തത്. എന്നാലും ആദർശിന്റെ ഈഗോ അയാളെ നശിപ്പിക്കുന്നുണ്ട്. അത് മാറേണ്ടത് ആവശ്യമാണ്. എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നും ഭഗവാന്റെ കയ്യിലുണ്ട്. അത് കൃത്യസമയത്ത് കിട്ടേണ്ടവർക്ക് കിട്ടും. മീര വിഷമിക്കല്ലേ, വീട്ടിലേക്ക് പൊക്കോളൂ.
മീര പ്രാർത്ഥിക്കുന്ന ഭഗവാൻ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും ചലിക്കില്ല. എല്ലാം നല്ലതിനായി വരും. ധൈര്യമായിരിക്കും. ശരി.